അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 1349. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അൻ സുഹൈബ് റളിയല്ലാഹു അൻഹു ഖാൽ, സുഹൈബ് റളിയല്ലാഹു അൻഹു നിവേദനം അവിടുന്ന് പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, അജബൻ ലി അംരിൽ മുഅ്മിൻ, മുഅ്മിന്റെ കാര്യം വല്ലാത്ത അത്ഭുതം തന്നെയാണ്. ഇന്ന അംറഹു കുല്ലഹു ഖൈർ, നിശ്ചയമായും ഒരു മുഅ്മിനിന്റെ മുഴുവൻ കാര്യങ്ങളും അത് ഖൈറാണ്. എന്ത് കാര്യമാണെങ്കിലും അതെല്ലാം മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഖൈറാണ്. വലൈസ ദാക ലി അഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ, അങ്ങനെ മുഅ്മിനായ മനുഷ്യനല്ലാതെ ഒരാൾക്കും ആ ഒരവസ്ഥ ഇല്ല. എല്ലാം ഖൈറാകുന്ന ഒരവസ്ഥ അതൊരു മുഅ്മിന് മാത്രമേ ഉള്ളൂ. ഇൻ അസ്വാബത്തുഹു സറാഉ, അവന് എന്തെങ്കിലും ഒരു സന്തോഷം എത്തിക്കഴിഞ്ഞാൽ ശകറ, അവൻ നന്ദി ചെയ്യും. ദീനിയായ സന്തോഷമായാലും ദുന്യവിയായ സന്തോഷമായാലും എന്ത് സന്തോഷം അവന് ലഭിച്ചാലും, ഒരു പുതിയ ഇൽമ കിട്ടി, അവൻ ശുക്ർ, അൽഹംദുലില്ലാഹ്, അല്ലാഹുക്ക് നന്ദി ചെയ്യും. അതല്ലെങ്കിൽ ഒരു അമല് ചെയ്യാനുള്ള തൗഫീഖ്, സൽക്കർമ്മത്തിനുള്ള തൗഫീഖ് ലഭിച്ചു, സുബ്ഹിക്ക് പള്ളിയിൽ ജമാഅത്തിന് പോകാൻ കഴിഞ്ഞു, അൽഹംദുലില്ലാഹ്. പാവപ്പെട്ടവരെ കണ്ണീരൊപ്പാൻ കഴിഞ്ഞു, പ്രയാസപ്പെടുന്നവരെ കൂടെ നിൽക്കാൻ, ഇങ്ങനെ സൽക്കർമ്മങ്ങൾക്ക് തൗഫീഖ് ലഭിച്ചു. അതല്ലെങ്കിൽ ദുന്യവിയായ വലിയ അനുഗ്രഹങ്ങൾ ലഭിച്ചു, അവന് സമ്പത്ത് ലഭിച്ചു, ബിസിനസ്സിൽ വലിയൊരു ബർക്കത്ത് കിട്ടി, കച്ചവടത്തിൽ വലിയ ലാഭം ലഭിച്ചു, അതല്ലെങ്കിൽ മക്കൾ ഉണ്ടായി, ഇങ്ങനെ ആരോഗ്യം, സമ്പത്ത്, ഇങ്ങനെ ദുന്യവിയായ മറ്റു അനുഗ്രഹങ്ങൾ ലഭിച്ചു. അപ്പോഴൊക്കെ റബ്ബിന് ശുക്ർ ചെയ്യണം. എന്ത് അനുഗ്രഹം ലഭിച്ചാലും ശുക്ർ ചെയ്യും. ആ ശുക്ർ ചെയ്യുന്നത് അവന് ഖൈറാണ്. അങ്ങനെ നന്ദി ചെയ്താൽ അതെന്തായി മാറും? ഫക്കാന ഖൈറൻ ലഹു, അതവന് ഖൈറായി മാറും. അതവന് പ്രതിഫലം ലഭിക്കാനും കാരണമാകും. അതോടുകൂടെ ഇൻ ശക്കർതും ലഅസീദന്നകും, നന്ദി ചെയ്യുന്നതനുസരിച്ച് അല്ലാഹു അനുഗ്രഹങ്ങൾ ഏറ്റി തരുകയും ചെയ്യും. വഇൻ അസ്വാബത്തുഹു ദറാഉ, ഇനി മുഅ്മിനായ മനുഷ്യന് വല്ല പ്രയാസം വന്നാലോ, വല്ല ബുദ്ധിമുട്ടും നേരിട്ടു, ദാരിദ്ര്യം വന്നു, അതല്ലെങ്കിൽ രോഗം വന്നു, ആരോഗ്യപരമായിട്ട് വളരെ ക്ഷീണമായി, ഏതെങ്കിലും നിലക്കുള്ള പ്രയാസങ്ങൾ ഒരാൾക്ക് നേരിട്ട് കഴിഞ്ഞാൽ, രോഗം കാരണമോ സാമ്പത്തിക തകർച്ച കാരണമോ, ഇങ്ങനെ ഏതെങ്കിലും നിലക്കുള്ള പ്രയാസങ്ങൾ, വിഷമങ്ങൾ ഒരാൾക്ക് നേരിട്ട് കഴിഞ്ഞാൽ സ്വബറ, അവൻ ക്ഷമിക്കും. ഇത് റബ്ബ് എനിക്ക് കണക്കാക്കിയതാണ്, റബ്ബ് കണക്കാക്കിയതല്ലാതെ ഒന്നും എനിക്ക് ലഭിക്കൂല, എനിക്ക് അവലാതില്ല, വേവലാതില്ല, റബ്ബ് തന്ന ഞാൻ ക്ഷമിക്കുകയാണ് എന്ന നിലക്ക് കുല്ല യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാന, അല്ലാഹു തആല പറഞ്ഞല്ലോ സൂറത്ത് തൗബയിൽ, ഏതൊരു കാര്യം ഒരാൾക്ക് എത്തുന്നതൊക്കെ റബ്ബ് കണക്കാക്കിയതാണ്. അപ്പൊ എനിക്ക് ഈ രോഗം വരണം, ഈ പ്രയാസം വരണം, ഇതൊക്കെ റബ്ബ് കണക്കാക്കിയതാണ് എന്ന നിലക്ക് ഒരു മുഅ്മിനായ മനുഷ്യൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, അവലാദിയും വേവലാതി റബ്ബൻ തന്നെ നോക്കാത്ത ഇന്നെന്തങ്ങനെ കഴിയുന്നു, ഇങ്ങനത്തെ വേവലാദികളോ അവലാദിയൊന്നുമില്ല. റബ്ബ് തന്നതൊക്കെ ക്ഷമിക്കാൻ, പ്രയാസങ്ങൾ വന്ന് ക്ഷമിക്കാൻ തയ്യാറായാൽ ഫക്കാന ഖൈറൻ ലഹു, അതും അവന് നന്മയാണ്, അതിനവന് പ്രതിഫലമാണ്. അപ്പോൾ മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സന്തോഷം വന്നാലും പ്രയാസം വന്നാലും ഒക്കെ അവന് ഖൈറാണ്, അവന്റെ മുഴുവൻ കാര്യങ്ങളും അവന് ഖൈറാണ് എന്നാണ് ഈ ഹദീസ് നൽകുന്നത്. അപ്പൊ മനസ്സ് തളരുമ്പോൾ ഈ ഹദീസ് നമുക്ക് നല്ല കരുത്ത് പകരുന്നുണ്ട്. ഒരു നിലക്കും നമ്മുടെ മനസ്സ് തളരരുത്. എന്ത് വിഷമം വന്നാലും എന്ത് പ്രയാസം വന്നാലും അതെനിക്ക് ഖൈറാണ് എന്ന നിലക്ക് നമ്മൾ ആശ്വാസം കൊള്ളണം. അപ്പോൾ മനസ്സൊരിക്കലും തളരൂല, മനസ്സിന് നല്ല കരുത്ത് നൽകുന്ന ഒരു ഹദീസാണ്. അല്ലാഹു തആല ഇതെല്ലാം ഉൾക്കൊള്ളാനും അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യാനും വിഷമങ്ങൾ വരുമ്പോൾ ക്ഷമിക്കാനുള്ള മനസ്സ്, ഈമാനിക ശക്തി അല്ലാഹു നമുക്കൊക്കെ നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.